ചെമ്പരത്തിയിലെ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്നുള്ള പാട്ട് ട്യൂൺ ചെയ്തത് ദേവരാജൻ മാസ്റ്ററാണ്. അയ്യപ്പ ഭക്തിഗാനം ആ സിനിമയിൽ വരണം, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദേവരാജൻ മാസ്റ്റർക്ക് ഓർമ്മ വന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു കലാകാരൻ്റെ മുഖമാണ്. അത് അദ്ദേഹത്തിൻ്റെ പേര് വേലിക്കുട്ടി എന്നാണ്. വേലിക്കുട്ടി. അദ്ദേഹത്തിൻ്റെ ജോലി ശാസ്താംപാട്ടെന്ന് പറഞ്ഞ് പണ്ട് ഇപ്പോഴും ഉണ്ട്, ചിലതൊക്കെ ഉണ്ട്. പണ്ട് ശബരിമല പോകുന്ന വീടുകളിൽ ശാസ്താംപാട്ട് പാടും. അപ്പോൾ ഈ ശാസ്താംപാട്ട് കലാകാരനാണ് ഈ വേലിക്കുട്ടി. ഇദ്ദേഹത്തിന് വേണ്ടി അടുത്താണ് താമസിക്കുന്നത്. ഇദ്ദേഹത്തിനേക്കാൾ മുതിർന്നയാളാണ്. അപ്പോൾ അദ്ദേഹം ദിവസവും രാത്രിയിൽ ശാസ്താംപാട്ട് വീട്ടിലിരുന്ന് ഈ ഉടുക്കിങ്ങനെ കൊട്ടിക്കൊട്ടി പാടും. അയ്യപ്പ ഭക്തിഗാനങ്ങൾ, അയ്യപ്പനെ കുറിച്ചുള്ള പാട്ടുകൾ ഇങ്ങനെ പാടും, ഉച്ചത്തിൽ പാടും. ദേവരാജൻ മാസ്റ്ററെ അദ്ദേഹം അന്ന് വെറും പയ്യനായ ദേവരാജനാണ്. അദ്ദേഹം ഈ പാട്ട് കേട്ടിട്ട് ഇരുട്ടിൽ പോയി ഇദ്ദേഹത്തിൻ്റെ വേലിക്കൽ പിടിച്ചുകൊണ്ട് നിന്ന് ഈ പാട്ട് കേൾക്കും. അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ച പാട്ടാണ് വേലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ ശാസ്താംപാട്ട്. അപ്പം പിന്നീട് ദേവരാജൻ മാസ്റ്റർ വലിയ സംഗീത സംവിധായകനായപ്പോൾ അയ്യപ്പ ഭക്തിഗാനം വേണം എന്ന ഒരു സംവിധായകൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഓർത്തത് വേലിക്കുട്ടി അദ്ദേഹത്തെയാണ്. അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് ശാസ്താംപാട്ടിൻ്റെ രീതിയിൽ ഒരു പാട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ വയലാർ സാറിനോട് അതിൻ്റെ ട്യൂണൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം മനോഹരമായി എഴുതി. ഈ പമ്പയിൽ കുളിച്ചു തോർത്തി ഉള്ളിലുറങ്ങും അമ്പലക്കിളിയെ ഉണർത്തി, പൊള്ളയായൊരുടുക്കുമായി പെട്ടതുള്ളി പാട്ടുപാടി പൊന്നമ്പല നട ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം. അപ്പോൾ ആ മനോഹരമായ പാട്ട് വന്നു. ഇനി അതിൽ ഏറ്റവും രസം ഉടുക്കുകൊട്ടിയാണ് അത് പാടുന്നത്. നിങ്ങൾ ആ പാട്ട് ഇന്ന് പോയി കേട്ടു നോക്കണം. അതിൽ ഉടുക്ക് കൊട്ടുന്നത് ഈ ഇദ്ദേഹമാണ്. ആര്? വേലിക്കുട്ടി, ദേവരാജൻ മാസ്റ്ററുടെ അയൽക്കാരൻ. ദേവരാജൻ മാസ്റ്ററെ ഇങ്ങനെ ഒരു പാട്ടിലേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു അയ്യപ്പ ഭക്തിഗാനത്തിൻ്റെ ആ ഊടും പാവും നെയ്ത ആ വേലിക്കുട്ടി അദ്ദേഹമാണ് ഇതിൽ ഉടുക്ക് കൊട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഏറ്റവും പ്രസിദ്ധമായ അയ്യപ്പ ഭക്തിഗാനം മലയാളത്തിൽ വരികയാണ് ശരണമയ്യപ്പ എന്നുള്ള ചെമ്പരത്തിയിൽ. പിന്നീട് അയ്യപ്പ ഭക്തിഗാനങ്ങൾ അനേകം വന്നു. സ്വാമി അയ്യപ്പൻ്റെ ഒരു സിനിമ തന്നെ വന്നു. അതിൽ 8-10 പാട്ടാണ്. അതിൽ വയലാർ സാറാണ് മിക്കവാറും പാട്ടുകൾ എഴുതിയത്. ശ്രീകുമാരൻ തമ്പി സാറ് 1-2 പാട്ട് എഴുതിയിട്ടുണ്ട്. വയലാർ സാർ എഴുതിയ പാട്ടുകൾ ആദ്യം നമുക്കൊന്ന് നോക്കാം. അതിലാണ് ശബരിമലയിൽ തങ്ക സൂര്യോദയം. അതുപോലെ മറ്റൊരു പ്രസിദ്ധമായ പാട്ട്, തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി, അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി എന്ന് പറയുന്ന പ്രസിദ്ധമായ പാട്ട്. അമ്പിളി എന്ന് പറയുന്നൊരു പാട്ടുകാരിയാണത് പാടിയിരിക്കുന്നത്. പലരും പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ചിലപ്പോൾ അമ്പിളി എന്നൊരു പാട്ടുകാരി നമുക്കുണ്ടായിരുന്നു എന്ന് അറിയാത്തത് കൊണ്ടാണ് അവരുടെ പേര് ഞാൻ പറഞ്ഞത്. അമ്പിളിയാണത് പാടിയിരിക്കുന്നത്. അതുപോലെ അതിലെ മറ്റൊരു പ്രസിദ്ധമായ പാട്ട്, സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ, സ്വാമി അല്ലാതൊരു ശരണമില്ലയ്യപ്പ, ഹരിഹര സുതനേ ശരണം പൊന്നയ്യപ്പ, അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ. ജയചന്ദ്രൻ സാർ പാടിയ പാട്ട്. വളരെ പ്രസിദ്ധനായ, അടുത്ത കാലത്ത് അല്ലെ ഒരു വർഷമായതേ ഉള്ളൂ അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട്. ജയചന്ദ്രൻ അദ്ദേഹം പാടിയ മനോഹരമായ പാട്ട്. പിന്നെ അതിനകത്ത് മറ്റൊരു പാട്ടുണ്ട്. അതിൽ കൈലാസ ശൈലാദ്രിനാഥ നാഥ കൈതൊഴാം കൈതൊഴാം ശ്രീപാദം, അങ്ങനൊരു പ്രസിദ്ധമായ പാട്ടുണ്ട്. ശ്രീകാന്ത് എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ അത് പാടിയിരിക്കുന്നു. നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും, അങ്ങനെ ഒരു പാട്ടുകാരനുണ്ട്. അദ്ദേഹം വേറെയും മനോഹരമായ പാട്ടുകൾ, 1-2 പാട്ടുകൾ മലയാളത്തിൽ വളരെ പ്രസിദ്ധങ്ങളായി പാടിയിട്ടുണ്ട്, മനോഹരമായ പാട്ടുകൾ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പാട്ടതിലെ പാലാഴി
പാലാഴിക്കടഞ്ഞെടുത്തോരഴകാണു ഞാൻ, കാലിൽ കാഞ്ചന ചിലമ്പണിയും കലയാണു ഞാൻ. പാലാഴിക്കടഞ്ഞെടുത്തോരഴകാണു ഞാൻ എന്ന് പറയുന്ന പാട്ട്, ഇതെല്ലാം വയലാർ സാർ എഴുതിയ പാട്ടാണ്. ഇനി അതിൽ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ വളരെ പ്രസിദ്ധമായൊരു പാട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാം. ഏതാണെന്നറിയാമോ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ പാട്ടാണ്. ആ പാട്ട് നിങ്ങൾ പാടുമ്പോൾ ആ പാട്ടിൻ്റെ അർത്ഥം കൂടെ ഒന്ന് മനസ്സിലാക്കണം. നോക്കൂ, നന്മ ചെയ്യണമെന്നാണ് അതിൽ പറയുന്നത്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് പ്രപഞ്ച വസ്തുക്കളിലും, അത് ചരമോ അചരമോ ആകട്ടെ, അത് ജീവനുള്ളതോ ഇല്ലാത്തതോ ആകട്ടെ, എല്ലാത്തിലും ഒരു ഈശ്വരൻ്റെ ടച്ചുണ്ട്, ഒരു ഈശ്വര സ്പർശമുണ്ട്. അപ്പം നിങ്ങൾ ഈശ്വരൻ എവിടെയെന്ന് ചോദിക്കും. നമ്മൾ ശബരിമലയിലൊക്കെ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഈ കെട്ടൊക്കെ കെട്ടി ഈ വഴിയായ വഴികൾ താണ്ടി ക്ലേശം സഹിച്ച് കയറി മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഈശ്വരൻ നമ്മളോട് പറയുന്നു, തത്വമസി, അത് നീ തന്നെയാണ് എന്ന് പറയുന്നു. ഈശ്വരൻ നീ തന്നെയാണ്. എങ്ങനെ ആയിരിക്കണം? കരുണയുണ്ടാകണം, മനസ്സിൽ കരുണയുണ്ടാകണം. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്നാണ് കവി പറയുന്നത്. അടുത്തു നിൽക്കുന്ന സഹോദരനോട്, സഹോദരത്തെ സ്വന്തം ചേട്ടൻ എന്നുള്ള അർത്ഥത്തിലല്ല, മറ്റൊരു മനുഷ്യനോട്, വേദനിക്കുന്ന ഒരു മനുഷ്യനോട്, ദുഃഖിക്കുന്ന ഒരു മനുഷ്യനോട്, ദുരിതപ്പെടുന്ന ഒരു മനുഷ്യനോട് നിങ്ങൾക്കൊരു സഹാനുഭൂതി ഉണ്ടാകണം. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലൊരു സഹാനുഭൂതി ഉണ്ടായാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളുടെ മനസ്സിൽ ഈശ്വര സ്പർശമുണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം.